ആദ്യം തിരിച്ചടിയേറ്റത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഇപ്പോഴിതാ UDF MP RSPയുടെ നേതാവ് കൊല്ലം MP NK പ്രേമചന്ദ്രനും തിരിച്ചടി. നേരത്തെ ഈ പദ്ധതി എന്തിനാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്, അതിന് സ്വകാര്യ ഏജൻസികളില്ലേ എന്ന ചോദ്യം നിയമസഭയിൽ ചോദിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് UDF ഒന്നടങ്കം K-ഫോൺ പദ്ധതിയെ എതിർക്കുന്നു. എന്തുകൊണ്ടാണ് K-ഫോൺ പദ്ധതിയെ ഇത്രമാത്രം ഇവർ എതിർക്കുന്നത്? K-ഫോൺ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. 99,970 കണക്ഷനുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. K-ഫോൺ എന്ന് വെച്ചാൽ 1,00,000 കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ച് പറയാൻ കാരണം നമ്മുടെ NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് കേന്ദ്ര മന്ത്രി ഡോക്ടർ പൊമ്പസാനി ചന്ദ്രശേഖർ നൽകിയ മറുപടിയുണ്ട്. ആ മറുപടി K-ഫോണിന് വലിയ പ്രചാരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. K-ഫോൺ എന്ന് വെച്ചാൽ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്നും അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ല എന്നും അത് എവിടെയും എത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് കൃത്യം മറുപടി നൽകുന്നു കേന്ദ്ര സർക്കാർ. എന്താണ് K-ഫോൺ എന്നത് സംബന്ധിച്ച് K-ഫോണിന് ഇതിൽ പരം മറ്റൊരു പ്രചാരണം ലഭിക്കാനില്ല. അതുകൊണ്ട് K-ഫോൺ ഇപ്പോൾ NK പ്രേമചന്ദ്രനോട് പറയുകയാണ് നന്ദിയുണ്ട് എന്നും. എന്തായിരുന്നു ചോദ്യം NK പ്രേമചന്ദ്രൻ്റെ? ലൈസൻസ് കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ, ലൈസൻസ് ലഭിച്ചിട്ട് തന്നെയാണോ K-ഫോൺ പ്രവർത്തിക്കുന്നത് എന്നും. എല്ലാ ലൈസൻസുകളും കൃത്യമായി ലഭിച്ചിട്ട് തന്നെയാണ് K-ഫോൺ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി. നാഷണൽ ലോങ് ഡിസ്റ്റൻസ് സർവീസസ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നീ വിഭാഗങ്ങളിൽ K-ഫോൺ ലിമിറ്റഡിന് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് യൂണിഫൈഡ് ലൈസൻസ് അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചു. NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ K-ഫോൺ പ്രവർത്തിക്കുന്നത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ്? അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആസ്തി K-ഫോണിനുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അതിന് നൽകുന്ന മറുപടി, ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് കമ്പനികൾ പാലിച്ചിരിക്കേണ്ട കുറഞ്ഞ ഇക്വിറ്റി, നെറ്റ്വർത്ത് വ്യവസ്ഥകൾ K-ഫോൺ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ ഇതിനകം 99,970 കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കാലാകാലങ്ങളിൽ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് K-ഫോണിന് എന്നാണ്. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ അനുമതിയോടെ അംഗീകാരത്തോടു കൂടിയാണ് K-ഫോൺ പ്രവർത്തിക്കുന്നത് എന്നാണ് കൃത്യമായും പറഞ്ഞത് കേന്ദ്ര സർക്കാർ. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പോയതിനെക്കുറിച്ചാണ്. ഈ പദ്ധതി തന്നെ നിർത്തിവെക്കണം, ഇത് അനാവശ്യമാണ്, ഇതൊരു വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഹൈക്കോടതി ആ കേസ് എടുത്ത് തോട്ടിലിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിനേക്കാളും വലിയ രസകരമായ കാര്യം. അദ്ദേഹം പറഞ്ഞത് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇതിൽ ഇടപെടാൻ കഴിയില്ല, അതുകൊണ്ടാണ് എൻ്റെ ഹർജി തള്ളിയത് എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ. എന്ന് വെച്ചാൽ കൊലപാതകം നടന്നു കഴിഞ്ഞല്ലോ, ഇനി അതേക്കുറിച്ച് എന്തിനെ അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു എന്നതുപോലെ ഒരു പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്ന് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയാൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കോടതി നിർദ്ദേശിക്കും. പദ്ധതിയുടെ വഴിക്ക് നടക്കട്ടെ, പക്ഷെ അതിൽ അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതി നടത്തിയതാരാണ്, എന്താണ് അഴിമതി എന്നത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടും. എത്രയോ തവണ നാം കണ്ടതാണ്. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞത് പദ്ധതി മുന്നോട്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അന്വേഷണമൊന്നും വേണ്ട, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പദ്ധതി മുന്നോട്ട് പോയല്ലോ എന്ന് കോടതി തീരുമാനിച്ചു എന്നാണ്. ഇങ്ങനെ വിചിത്രമായ ന്യായങ്ങൾ പറയുക, നുണകൾ പറയുക എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ വി ഡി സതീശനാണ് K-ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത് എങ്കിൽ ഇപ്പോൾ ഇതാ K-ഫോണിനെ ഒന്ന് താറടിച്ച് കാണിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും എതിരായ മറുപടി കിട്ടിയാലോ, അത് കേരളത്തിൽ വലിയ പ്രചാരണമാക്കി മാറ്റാലോ, അങ്ങനെ K-ഫോൺ അവസാനിപ്പിച്ച് കിട്ടിയാൽ ആർക്കാണ് ഗുണകരം? വലിയ കുത്തക മുതലാളിമാർക്കാണ്, വലിയ കമ്പനികൾക്കാണ്. ജിയോ പോലെ, വോഡഫോൺ പോലെ വൻകിട കമ്പനികൾക്ക്
ഗുണകരമാകും ചെറിയ ഒരു പരാമർശം, അതിനു വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. പക്ഷേ അവിടെയും വീണുപോയി. NK പ്രേമചന്ദ്രൻ കുഴിയിൽ വീണ് ഇങ്ങനെ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന ഒരു MP ആയി NK പ്രേമചന്ദ്രൻ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലും തെളിയിക്കുന്നത്.